നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയുടെ മരണത്തിനു പിന്നിൽ ലവ് ജിഹാദാണെന്ന ആരോപണം ശക്തമാകുന്നു. ഒഡീഷയിൽ 12-കാരനെ 17-കാരൻ കുത്തിക്കൊന്നു. 1.5 വയസ്സുകാരിയോട് ഡേ കെയർ അറ്റൻഡറുടെ ക്രൂരത. കോഴിക്കോട് ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന സഹോദരിമാരായ വൃദ്ധകളാണ് കൊല്ലപ്പെട്ടത്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയുടെ മരണത്തിനു പിന്നിൽ ലവ് ജിഹാദാണെന്ന ആരോപണം ശക്തമാകുന്നു. മതം മാറിയാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂവെന്ന് കാമുകൻ പറഞ്ഞതിനെ തുടർന്നാണ് പെൺകുട്ടി ജീവൻ ഒടുക്കിയതെന്നാണ് ആരോപണം. കോതമംഗലത്ത് മതം മാറാൻ പ്രേരിപ്പിച്ചതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിനെതിരെ പോലീസ് കരുക്കൾ നീക്കി തുടങ്ങി. സോന എൽദോസിന്റെ മരണത്തിലാണ് പറവൂർ സ്വദേശി റമീസിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നത്. യുവാവിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി റമീസാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ റമീസിനും കുടുംബത്തിനും എതിരെ പ്രത്യക്ഷ തെളിവുകളാണ്. മതം മാറാൻ പ്രേരിപ്പിച്ചെന്ന ആരോപണം പെൺകുട്ടി കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷൻ ചതിച്ചുവെന്ന വികാരത്തിലാണ് സോന ആത്മഹത്യ ചെയ്തത്. താൻ ഇഷ്ടപ്പെട്ട ആൺസുഹൃത്ത് ഇമ്മോറൽ ട്രാഫിക്കിന്റെ വഴിയെ പോയത് പെൺകുട്ടിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചു. TTC വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച സോന. സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് നമുക്ക് ഇങ്ങനെ വായിക്കപ്പെടാം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണ്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തിയതോടെ കുടുംബം റമീസിനെതിരെ രംഗത്ത് വന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ്. ഇയാൾക്കെതിരെ പോലീസ് ഉടൻ കേസെടുക്കും. അതേസമയം റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന ശനിയാഴ്ചയാണ് ജീവനൊടുക്കിയത്. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. പിന്നീട് വിവാഹമാലോചിച്ച് റമീസിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിൽ വന്നു. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു. ഈ സമയം അച്ഛൻ മരിച്ചിട്ട് 40 ദിവസം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതിനിടെ റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്നും പിടികൂടി. എന്നിട്ടും സോന ക്ഷമിച്ചു. ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് റമീസ് സോനയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോനയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, മാനസികമായും പീഡിപ്പിച്ചു. ഇത്തരം ആരോപണങ്ങളാണ് റമീസിനെതിരെ നിലനിൽക്കുന്നത്. റമീസിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് പോലീസ് തുടരുന്നത്. ഏതായാലും ലവ് ജിഹാദ് എന്ന ആരോപണവും ഇതിന് പിന്നിൽ മുറുകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഒഡീഷയിൽ 12-കാരനെ 17-കാരൻ കുത്തിക്കൊന്നു. അമ്മയ്ക്കും അച്ഛനും 12-കാരനോട് അമിത വാത്സല്യമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് 17-കാരനായ മൂത്ത സഹോദരൻ അനുജനെ കുത്തിക്കൊന്നത്. 45 ദിവസങ്ങൾക്ക് ശേഷമാണ് കൊലയാളിയെ പോലീസ് തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തതും. അച്ഛനും അമ്മയ്ക്കും അനുജനോടാണ് ഇഷ്ടക്കൂടുതൽ. 12-കാരനായ സഹോദരനെ അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്തി വീടിന് സമീപത്ത് കുഴിച്ചുമൂടിയാണ് 17-കാരൻ പ്രതികാരം തീർത്തത്. ഇളയ മകനെ കാണാനില്ലെന്ന പരാതിയിൽ വീട്ടുകാർക്കും പോലീസിനും ഒരു സൂചന പോലും നൽകാതെയായിരുന്നു കൊലപാതകം ഈ കൗമാരക്കാരൻ രഹസ്യമാക്കി വെച്ചത്. ആഴ്ചകൾക്ക് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയതും. ഒഡീഷയിലെ ബാൻഗീറിലെ തിദിലഗഡിലാണ് സംഭവം. ശനിയാഴ്ചയാണ് കൗമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കൾ അനുജനോട് പക്ഷഭേദം കാണിക്കുകയും താൻ ഒറ്റപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് സഹോദരനെ കൊന്നതെന്ന് 17-കാരൻ പോലീസിനോട് വെളിപ്പെടുത്തി. 45 ദിവസത്തോളം 12-കാരനെ കാണാതായ സംഭവത്തിൽ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. മാതാപിതാക്കളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്ന് മൂത്ത മകൻ ഒരു ദിവസം വീട് വൃത്തിയാക്കിയിരുന്നുവെന്നും പതിവായി ചെയ്യുന്ന കാര്യമായിരുന്നില്ല ഇതെന്നുമാണ് അമ്മ ഓർത്തെടുത്തത്. ഇതാണ് കേസിൽ നിർണായക തുമ്പായത്. ഇതിനു പിന്നാലെ പോലീസ് 17-കാരനെ വിശദമായി ചോദ്യം ചെയ്തു. പിടിച്ചു നിൽക്കാനാകാതെ കൗമാരക്കാരൻ പിന്നീട് കുറ്റം സമ്മതിച്ചു. അനുജനെ കുത്തിക്കൊന്നപ്പോൾ തറയിൽ
തറയിൽ വീണ രക്തം തുടച്ചു നീക്കാനായിരുന്നു 17-കാരൻ വീട് വൃത്തിയാക്കിയത്. തോട്ടത്തിലുണ്ടായിരുന്ന തൂമ്പ ഉപയോഗിച്ച് മാതാപിതാക്കളുടെ കിടപ്പുമുറിക്ക് സമീപത്തായി കുഴിയെടുത്താണ് 12-കാരനെ കുഴിച്ചുമൂടിയത്. രാത്രിയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടത്. വീടിനകത്ത് കുഴിച്ചിട്ട ശേഷം രാത്രിയിൽ മൃതദേഹം വീടിന് പുറത്തേക്ക് മാറ്റി. ജൂൺ 29-നാണ് ദിവസവേതനക്കാരായ മാതാപിതാക്കൾ 12-കാരനായ മകനെ കാണാനില്ലെന്ന് പരാതി നൽകിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന സംശയത്തിലായിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയത്. സമീപ മേഖലയിലെ CCTV ക്യാമറകൾ അരിച്ചുപറക്കിയിട്ടും തട്ടിക്കൊണ്ടുപോയെന്ന സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനു പിന്നാലെയാണ് വീട്ടുകാരെ കേന്ദ്രീകരിച്ച് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. തുടർന്നാണ് 17-കാരൻ പിടിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. 1.5 വയസ്സുകാരിയോട് ഡേ കെയർ അറ്റൻഡറുടെ ക്രൂരത. കുട്ടി ഉറങ്ങാത്തതിന് കടിച്ചും അടിച്ചുമാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അറ്റൻഡറുടെ ക്രൂരത പുറം ലോകം അറിഞ്ഞത്. അറ്റൻഡറെയും ഡേ കെയർ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോയിഡയിലാണ് ക്രൂരത അരങ്ങേറിയത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനോട് ഡേ കെയർ ജീവനക്കാരിയുടെ ക്രൂരത. കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഡേ കെയറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ക്രൂരത പുറം ലോകം അറിഞ്ഞത്. കരഞ്ഞ കുഞ്ഞിന്റെ മുഖത്തടിക്കുകയും ശരീരത്തിൽ പലയിടത്തായി കടിക്കുകയും ചെയ്ത ഡേ കെയർ ജീവനക്കാരി കുഞ്ഞിനെ നിരവധി തവണ നിലത്തേക്ക് വലിച്ചെറിയുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിൽ ഡേ കെയറിലെ വനിതാ അറ്റൻഡറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡേ കെയർ ഉടമയെയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കുഞ്ഞിന്റെ തുടകളിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ ആദ്യം അലർജി മൂലമുള്ള അസ്വസ്ഥതയാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ഡേ കെയറിലെ അധ്യാപകരും ഇതേ പാടുകൾ കണ്ടെത്തിയതോടെ ദമ്പതികൾ ഒരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത് കടിയേറ്റ പാടുകളാണെന്ന് ഡോക്ടർ മാതാപിതാക്കളെ അറിയിച്ചു. ഇതോടെ പരിഭ്രാന്തരായ മാതാപിതാക്കൾ ഡേ കെയറിലെ CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ റെസിഡൻഷ്യൽ കോംപ്ലക്സ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ജീവനക്കാരി കുഞ്ഞിനോട് കാണിച്ച ക്രൂരത വെളിച്ചത്ത് വന്നത്. കരഞ്ഞ കുഞ്ഞിനോട് ക്രൂരമായി ജീവനക്കാരി പെരുമാറുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തല ചുമരിൽ ഇടിപ്പിക്കുന്നതും മുഖത്തടിക്കുന്നതും തറയിൽ ഒന്നിലേറെ തവണ വീഴ്ത്തുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 21-നാണ് കുഞ്ഞിനെ ഡേ കെയറിൽ അയക്കാൻ തുടങ്ങിയതെന്ന് പിതാവ് സന്ദീപ് പറഞ്ഞു. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കുഞ്ഞിന്റെ തുടയിൽ പാടുകൾ കണ്ടത്. അണുബാധയാണെന്നാണ് സന്ദീപ് ആദ്യം കരുതിയതും ഡോക്ടറെ കാണിച്ചതും. അദ്ദേഹമാണ് കടിയേറ്റ പാടുകളാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് കണ്ടെത്തിയതെന്നും സന്ദീപ് പറഞ്ഞു. തുടർന്ന് ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. ദിവസവും 2 മണിക്കൂറാണ് കുഞ്ഞിനെ ഡേ കെയറിൽ വിടാറ്. 3 അധ്യാപകർ ഉണ്ടെന്നും അവർ കുട്ടിയെ നന്നായി നോക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുഞ്ഞിനെ അറ്റൻഡറാണ് നോക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. കുഞ്ഞ് വളരെ സന്തോഷവതിയാണെന്നാണ് ഡേ കെയർ ഉടമ പറയാറ്. 2500 രൂപയാണ് ഫീസായി നൽകിയിരുന്നത്. ഇത്തരമൊരു സംഭവം മറ്റൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കാൻ ഡേ കെയർ ഉടമയ്ക്കും അറ്റൻഡർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു. റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ മറ്റൊരു കുടുംബവും അവരുടെ കുട്ടിക്ക് ഡേ കെയറിൽ നിന്ന് സമാനമായ ദുരനുഭവം നേരിടേണ്ടി വന്നതായി അറിയിച്ചതായും സന്ദീപ് പറഞ്ഞു. നോയിഡ സെക്ടർ 137-ലെ പരസ്റ്റിയേര റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഡേ കെയറിലാണ് ക്രൂരത അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കോഴിക്കോട് ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന സഹോദരിമാരായ വൃദ്ധകളാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൃത്യം നടന്നതിനു ശേഷം വഴിയിലൂടെ നടന്നുപോകുന്ന സഹോദരൻ പ്രമോദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷമുള്ള ദൃശ്യമാണ് ഇതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും പ്രമോദിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യം നടന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് ഭാഷ്യം. ശ്രീജയ എന്ന 72-കാരിയും പുഷ്പലളിത എന്ന 68-കാരിയുമാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒരുമിച്ച് താമസിക്കുന്ന 3 സഹോദരങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ട നിലയിലും ഒരാളെ കാണാനും ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് സഹോദരിമാരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സഹോദരൻ പ്രമോദ് രക്ഷപ്പെട്ടുവെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. പ്രായമായ സഹോദരിമാരെ പരിചരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രമോദ് കൊടും ക്രൂരത ചെയ്തെന്നതാണ് സംശയം. 3 സഹോദരങ്ങളും അവിവാഹിതരാണ്. കരിക്കാംകുളത്ത് വാടക വീട്ടിലായിരുന്നു താമസം. ശ്രീജയയ്ക്കും പുഷ്പലളിതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കരിക്കാംകുളത്തെ ഫ്ലോറിക്കൽ റോഡിലാണ് കഴിഞ്ഞ 3 വർഷമായി മൂവരും വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 2 മുറികളിലായി മരിച്ച നിലയിൽ സഹോദരിമാരെ കണ്ടെത്തിയത്. സഹോദരൻ പ്രമോദും ഇവരുടെ കൂടെയായിരുന്നു താമസം. ഒരു സഹോദരി മരിച്ചെന്നും വീട്ടിലെത്തണമെന്നും രാവിലെ 5:30-യോടെ പ്രമോദ് ബന്ധുക്കളിൽ ഒരാളെ വിളിച്ചറിയിച്ചിരുന്നു. ബന്ധു വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് 2 പേരെയും 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ള പുതുപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. പ്രമോദിനെ ബന്ധപ്പെടാൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.